ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ശ്രീരാമചന്ദ്ര ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രാമായണം കഥ കേൾക്കാം. സചിത്ര രാമായണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് കെ മനോജ് കുമാർ. പ്രസിദ്ധീകരണം സിസോ പബ്ലിഷേഴ്സ്, തിരുവനന്തപുരം. ഓഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൃഷ്ണകുമാരി. ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനലിലേക്ക് ആദ്യമായി വിസിറ്റ് ചെയ്യുന്നവരും ഇതുവരെയും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ നൽകി ഈ ചാനലിനെ സപ്പോർട്ട് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീരാമചന്ദ്രായ നമഃ. ഗംഗാതരണം. രാവിലെ പക്ഷികളുടെ ചിലമ്പിൽ കേട്ട് രാമൻ ഉണർന്നെണീറ്റു. വനത്തിൻ്റെ ഉള്ളിൽ നിന്നും മയിലുകളുടെ ശബ്ദം ഉയർന്നു കേട്ടു. വിശാലമായ ഗംഗാ നദി കടന്നു വേണം ഇനി യാത്ര ചെയ്യാൻ. രാമചന്ദ്രൻ്റെ ആഗ്രഹമനുസരിച്ച് ഗുഹൻ തോണി സജ്ജമാക്കി. സാമാനങ്ങൾ ഉടൻ തന്നെ തോണിയിലേറ്റി. കവചവും വാളും ധരിച്ച ദശരഥപുത്രന്മാരും യാത്രയ്ക്ക് തയ്യാറായി വന്നു. വെള്ളത്തിനടുത്തെത്താറായപ്പോൾ താനിനി എന്തു ചെയ്യണമെന്ന് സുമന്ത്രർ ആരാഞ്ഞു. കണ്ണീരൊഴുക്കി മുന്നിൽ തൊഴുതുകൊണ്ട് നിൽക്കുന്ന മന്ത്രിപ്രമുഖനെ രാമൻ ആശ്വസിപ്പിച്ചു. സുമന്ത്രരെ, കഴിയും വേഗം മടങ്ങിപ്പോകൂ. അവിടുത്തെ കാര്യങ്ങൾ മനസ്സിരുത്തി നിർവഹിക്കണം. ഇനി ഞങ്ങൾ കാൽനടയായാണ് യാത്ര തുടരുന്നത്. യാത്ര ചോദിക്കുവാൻ കെൽപ്പില്ലാതെ സുമന്ത്രർ അല്പനേരം നിന്ന ശേഷം വിറയാർന്ന സ്വരത്തിൽ മറുപടി പറഞ്ഞു. അങ്ങയുടെ കാനനവാസം കാണുമ്പോൾ സുഹൃതത്തിന് ഫലമില്ല എന്ന് തോന്നുകയാണ്. അല്ലെങ്കിൽ അങ്ങയ്ക്ക് ഈ ഗതി വരികയില്ലായിരുന്നല്ലോ. ഞങ്ങളെ സംരക്ഷിക്കേണ്ട അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? ഞങ്ങളെ നീചയായ കൈകേയിയുടെ കൈകളിലേക്ക് തള്ളിവിട്ടല്ലോ. മഹാമന്ത്രി, രഘുവംശത്തിൻ്റെ ഏറ്റവും അടുത്ത മിത്രമാണ് അവിടുന്ന്. മഹാരാജാവിന് ദുഃഖമുണ്ടാകാതിരിക്കാൻ വേണ്ടതു ചെയ്യണം. വൃദ്ധനായ പിതാവ് ചിലപ്പോൾ ചെറിയമ്മയുടെ പ്രേരണയാൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അതും ചെയ്തു കൊടുക്കണം. രാജാക്കന്മാർ വാഴുന്നതു തന്നെ ഇത്തരത്തിലുള്ള എല്ലാറ്റിനും വേണ്ടിയാണ്. അച്ഛൻ്റെ മനസ്സിന് ഒരു തരത്തിലും വിഷമമുണ്ടാക്കരുത്. ഞങ്ങളുടെ എല്ലാം സ്നേഹാന്വേഷണങ്ങൾ പ്രത്യേകം അമ്മമാരെയും അച്ഛനെയും അറിയിക്കണം. വനവാസം കഴിഞ്ഞ് ഞങ്ങൾ സൗഖ്യത്തോടെ മടങ്ങി വരുന്നത് ഉടനെ കാണാൻ കഴിയുമെന്ന് പറയുക. ഭരതനെ യുവരാജാവാക്കിയാൽ ഞങ്ങളുടെ വിയോഗ ദുഃഖം തീർത്തും ഇല്ലാതാകും. ഭരതനോട് അമ്മമാരെ നന്നായി ശുശ്രൂഷിക്കാൻ പറയണം. അച്ഛനെ ശുശ്രൂഷിക്കുന്നത് പോലെ സുമിത്രാദേവിയെയും കൗസല്യാദേവിയെയും ശുശ്രൂഷിക്കണം. അച്ഛൻ്റെ അഭിപ്രായത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കരുത് എന്നും ഞാൻ പറഞ്ഞതായി ഭരതനെ അറിയിക്കണം. ഇതു കേട്ട സുമന്ത്രർക്ക് സങ്കടം സഹിക്കാനായില്ല. ഒഴിഞ്ഞ തേരുമായി അയോധ്യയിലേക്ക് മടങ്ങാൻ തനിക്കാവില്ലെന്ന് സുമന്ത്രർ വിലപിച്ചു. യുദ്ധത്തിൽ സേനാനി മരിച്ച ശേഷം സൂതൻ മാത്രമായി കൊണ്ടുവരുന്ന തേരുപോലെ ആ രഥവുമായി താൻ എങ്ങനെ അയോധ്യയിലെത്തും? പാഴ് രഥം കാണുമ്പോൾ ജനങ്ങളുടെ വികാരം എന്തായിരിക്കും? അവരോട് തനിക്ക് എന്ത് സമാധാനം പറയാൻ കഴിയും? എന്നിങ്ങനെ 1000 ചോദ്യങ്ങൾ സുമന്ത്രരുടെ മനസ്സിനെ മഥിച്ചു. രാമൻ തന്നെ കൂടി വനയാത്രയ്ക്ക് ക്ഷണിക്കുമെന്ന് ആ മന്ത്രി കരുതി. വനവാസത്തിനു ശേഷം രഥത്തിൽ തന്നെ കുമാരന്മാരെയും സീതയെയും അയോധ്യയിൽ എത്തിക്കാം എന്നും സുമന്ത്രർ പറഞ്ഞു നോക്കി. പക്ഷേ രാമൻ്റെ നിശ്ചയത്തിന് ഇളക്കമില്ലായിരുന്നു. മാത്രമല്ല, അങ്ങനെ തീരുമാനിക്കുവാൻ പ്രത്യേക കാരണവുമുണ്ടായിരുന്നു. സുമന്ത്രരെ, എന്നിൽ അങ്ങയ്ക്കുള്ള സ്നേഹം എനിക്കറിയാം. അങ്ങ് മടങ്ങിച്ചെന്നാൽ മാത്രമേ ചെറിയമ്മയ്ക്ക് ഞങ്ങൾ വനത്തിലെത്തി എന്ന് വിശ്വാസം വരൂ. എൻ്റെ വാക്കുകൾ പാഴാകില്ലെന്നോർത്ത് സന്തോഷിക്കണമെങ്കിൽ ചെറിയമ്മ മഹാമന്ത്രിയെ കാണണം.
മഹാരാജാവിനും എനിക്കും വേണ്ടി അങ്ങുടനെ അയോധ്യയിലെത്തണം. ഇങ്ങനെ പലതും പറഞ്ഞ് രാമൻ സുമന്ത്രരെ ആശ്വസിപ്പിച്ചു. പിന്നീട് ഗുഹനോടായി ഇങ്ങനെ പറയുകയും ചെയ്തു: ജനങ്ങൾ ഏറെയുള്ള ഈ കാട്ടിൽ താമസിക്കുന്നത് ശരിയല്ല. ആശ്രമവാസമാണ് എനിക്ക് ശ്രേഷ്ഠമായി തോന്നുന്നത്. അച്ഛൻ്റെ നന്മയ്ക്കായി ഞാനിതാ ജടാമകുടം ഉണ്ടാക്കുകയാണ്. ഗുഹൻ ഉടൻ തന്നെ പേരാലിൻ്റെ കറ കൊണ്ടുവന്നു. രാമചന്ദ്രൻ ലക്ഷ്മണനും തനിക്കും ജടയുണ്ടാക്കി. ജട ധരിച്ച അവർ മഹർഷിമാരെ പോലെ തേജസ്സാർന്ന് കാണപ്പെട്ടു. തുടർന്ന് സീതാദേവി ആദ്യം തോണിയിൽ കയറി. ലക്ഷ്മണൻ ദേവിയെ പിന്തുടർന്നു. ഏറ്റവും ഒടുവിൽ രാമനും തോണിയിൽ കയറി. അവർ ഗംഗാനദിയെ നമസ്കരിച്ചു. ഗുഹനും സുമന്ത്രർക്കും വിട നൽകി. തുഴക്കാർ തോണി തുഴയുവാൻ തുടങ്ങി. തണ്ടുകൾ ചലിച്ചു. തോണി അല്പസമയത്തിനുള്ളിൽ ഗംഗയുടെ മധ്യത്തിലെത്തി. സീത ആചാരമനുസരിച്ച് ഗംഗയെ നമസ്കരിച്ചു. വനവാസം പൂർത്തിയാക്കി സന്തോഷത്തോടെ അയോധ്യയിലെത്തണമെന്ന് പ്രാർത്ഥിച്ചു. ഗംഗയുടെ തെക്കേ കരയിലെത്തിയ ഉടനെ ലക്ഷ്മണനോട് മുമ്പേ നടക്കാൻ രാമൻ കൽപ്പിച്ചു. തൊട്ടു പിന്നാലെ സീത നടന്നു. പിന്നിലായി രണ്ടുപേരെയും സംരക്ഷിച്ചുകൊണ്ട് രാമനും നടന്നു. രാത്രിയായപ്പോഴേക്കും അവർ വത്സദേശത്തെത്തി. മറുകര നിന്നിരുന്ന സുമന്ത്രർ ആരെയും കാണുന്നില്ലെങ്കിലും കുമാരന്മാരും സീതയും പോയ ദിക്കിലേക്ക് നോക്കി ഏറെ നേരം നിലകൊണ്ടു. കാട്ടിലേക്ക് കടന്ന കുമാരന്മാർ 4 മൃഗങ്ങളെ കൊന്ന് ഭക്ഷണം ഒരുക്കിക്കൊണ്ട് ഒരു മാമരത്തിൻ്റെ ചുവട്ടിലിരുന്നു. കുമാര, നാട്ടിൽ നിന്ന് പോന്ന ശേഷം സുമന്ത്രർ കൂട്ടിനില്ലാത്ത ആദ്യ രാത്രിയാണിത്. നമ്മൾ സ്വന്തമായി മെത്തയുണ്ടാക്കി അതിൽ കിടക്കണം. സുമന്ത്രർ ഇല്ലാത്തതിനാൽ ഭയം ഒട്ടും തോന്നേണ്ട കാര്യമില്ല. സീതയുടെ ക്ഷേമം നമ്മൾ തന്നെ നോക്കേണ്ടതുണ്ട്. അതിനാൽ ഉറക്കമൊഴിക്കുവാൻ ഒട്ടും മടി കാണിക്കരുത്. ഇങ്ങനെ ലക്ഷ്മണനെ ഉപദേശിച്ച രാമനെ വീണ്ടും അയോധ്യയിലെ കാര്യങ്ങൾ മതിച്ചു തുടങ്ങി. അച്ഛനിപ്പോൾ ഉറങ്ങിയിട്ടുണ്ടോ എന്തോ? നമ്മൾ പോന്നതിനു ശേഷം അച്ഛൻ്റെ സ്ഥിതി എന്തായിരിക്കും? കൈകേയി ദേവിയുടെ രാജ്യലോഭം അച്ഛനെ നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു. ചെറിയമ്മയ്ക്ക് അടിപ്പെട്ട് അച്ഛൻ എന്തും ചെയ്യാൻ മടിക്കില്ല. അദ്ദേഹത്തിന് വയസ്സുമായി. സഹായത്തിന് നമ്മൾ അടുത്തില്ല താനും. ചെറിയമ്മ കൗസല്യാദേവിക്കും സുമിത്രാദേവിക്കും വിഷമങ്ങൾ ഉണ്ടാക്കുമോ? ഏതായാലും ഇന്നു രാത്രി കഴിഞ്ഞാൽ നീ വേഗം അയോധ്യയിലെത്തണം. കൈകേയി നമ്മുടെ അമ്മമാർക്ക് വിഷം നൽകാനും മടിക്കില്ല. സൗഭാഗ്യം നൽകേണ്ട സമയത്ത് അമ്മയെ ഉപേക്ഷിച്ചു പോന്ന ഞാൻ എത്ര നിന്ദ്യനാണ്. ഇത്തരത്തിലുള്ള മക്കൾ ഒരു സ്ത്രീക്കും ഉണ്ടാകരുത്. ജ്യേഷ്ഠൻ വ്യസനിക്കരുതെന്നും അത് തനിക്കും സീതാദേവിക്കും താങ്ങാനാവില്ലെന്നും ലക്ഷ്മണൻ പറഞ്ഞു. രാമനെ വേറിട്ടൊരു ജീവിതം തങ്ങൾക്കില്ല. അച്ഛനേക്കാളും അമ്മയേക്കാളും തങ്ങൾക്ക് മമത ജ്യേഷ്ഠനോടാണെന്നും ഏതു വിപത്തും തരണം ചെയ്യാൻ ജ്യേഷ്ഠനോടൊപ്പം താനും ഉണ്ടാവുമെന്നും ലക്ഷ്മണൻ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അവർ യാത്ര തുടർന്നു. കാട്ടിനുള്ളിലൂടെ കാളിന്തി നദി ഗംഗയിൽ ചേരുന്നിടം ലക്ഷ്യമാക്കി വേഗത്തിൽ നടന്നു. മനോഹരങ്ങളായ കാഴ്ചകൾ അവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്തു. ദൂരെ നിന്നു തന്നെ ഹോമകുണ്ടത്തിൽ നിന്നുയരുന്ന പുക കണ്ട് അവിടെ ഒരു ആശ്രമമുണ്ടെന്ന് ശ്രീരാമന് മനസ്സിലായി. ഗംഗാകാളിന്തി സംയോഗ സ്ഥലത്ത് ശോഭിക്കുന്ന ഭരദ്വാജ മുനിയുടെ ആശ്രമമാണ് അവർ കണ്ടത്. കുമാരന്മാരെയും സീതാദേവിയെയും കണ്ട് പക്ഷിമൃഗാദികൾ പരിഭ്രമിച്ചു. അവ പർണാശ്രമത്തിൽ നിന്ന് അല്പം ഒഴിഞ്ഞു മാറി നിന്നു. മഹർഷി ഹോമകർമ്മം ചെയ്ത് തീർന്നപ്പോൾ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ മുന്നിലെത്തി. തങ്ങൾ ദശരഥപുത്രന്മാരാണെന്ന് അറിയിച്ചു. അച്ഛൻ്റെ ആജ്ഞയനുസരിച്ച് സീതാദേവിയോടൊപ്പം വനവാസത്തിന് പുറപ്പെട്ടവരാണ് എന്ന വിവരം മഹർഷിയെ ധരിപ്പിച്ചു. മഹർഷി അവരെ പൂജിച്ച് സ്വാഗതമരുളി. ആ രാത്രി മുനിയോടൊത്ത് ആശ്രമത്തിൽ കഴിയാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. സംഭാഷണ മധ്യത്തിൽ മഹർഷിയുടെ ആശ്രമത്തിൽ വനവാസം തീരുന്നതുവരെ സുഖമായി താമസിക്കുന്നതാണ് ഉചിതമെന്ന് മഹർഷി അവരെ ഉപദേശിച്ചു. എന്നാൽ
പൗരന്മാർ തങ്ങളെ അന്വേഷിച്ച് ആശ്രമത്തിൽ എത്തിച്ചേർന്നേക്കും എന്ന ഭയത്താൽ അവർ അതിന് തയ്യാറായില്ല. സീതയോടുകൂടി മറ്റൊരു വിജന പ്രദേശത്ത് താമസിക്കാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും രാമൻ അരുളി ചെയ്തു. അത്തരമൊരു സ്ഥലം അവർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അപേക്ഷിച്ചു. ആശ്രമത്തിൽ നിന്ന് 10 നാഴിക അകലെയുള്ള ചിത്രകൂട പർവ്വതം താമസത്തിന് ഏറ്റവും യോജിച്ചതാണ്. അവിടെ ധാരാളം മുനിവാടങ്ങളുണ്ടെന്നും ഭരദ്വാജൻ പറഞ്ഞു. സംസാരത്തിനിടയിൽ സൂര്യൻ മറഞ്ഞതും രാത്രിയായതും അവർ അറിഞ്ഞതേയില്ല. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ ധാരാളം മധുരക്കനികളും പഴങ്ങളും ലഭിക്കുന്ന ചിത്രകൂടത്തിലേക്ക് യാത്രയായിക്കൊള്ളാൻ മഹർഷി അവരെ ഉപദേശിച്ചു. അവർ മുനിയോട് യാത്ര പറഞ്ഞ് ചിത്രകൂടത്തിലേക്ക് തിരിച്ചു. ഗംഗ യമുന നദികളുടെ സംഗമസ്ഥാനത്ത് നിന്ന് അല്പം പടിഞ്ഞാറോട്ട് മാറി ഒരു ചങ്ങാടത്തിൽ യമുനാ നദി അവർ തരണം ചെയ്തു. നദിയുടെ മധ്യത്തിൽ എത്തിയപ്പോൾ സീതാദേവി കാളിന്തിയെ യഥാവിധി പൂജിച്ചു. വനവാസം നിർവിഘ്നം പൂർത്തിയാക്കി അയോധ്യയിലെത്താൻ അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിച്ചു. നദിയുടെ തെക്കേക്കരയിൽ എത്തിയ ഉടൻ അവർ കരക്കിറങ്ങി. ലക്ഷ്മണൻ സീതയോടൊപ്പം മുന്നിൽ നടന്നു. പിന്നിൽ വില്ലേന്തിയ രാമനും. യാത്രക്കിടയിൽ സീത ചോദിച്ച പുഷ്പങ്ങൾ നിമിഷങ്ങൾക്കകം ദേവിയുടെ കയ്യിലെത്തി. യമുനാ തീരത്തെ മനോഹര കാഴ്ചകൾ കണ്ട് സീതയുടെ ഹൃദയം സന്തോഷം കൊണ്ട് തുടിച്ചു. തൊട്ടടുത്ത വനത്തിൽ നിന്ന് മൃഗങ്ങളെ കൊന്ന് അവർ ഭക്ഷിച്ചു. യമുനാ തീരത്തെ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് അവർ അന്നു രാത്രി വിശ്രമിച്ചു. രാത്രി മുഴുവൻ ഉറക്കമിളച്ച് കാവൽ നിന്നിരുന്ന ലക്ഷ്മണൻ പ്രഭാതമായപ്പോൾ അല്പം ഒന്ന് മയങ്ങി. പക്ഷികളുടെ കളകള ശബ്ദം ഉയർന്നപ്പോൾ രാമൻ ലക്ഷ്മണനെ ഉണർത്തി. യാത്ര തിരിക്കുവാനുള്ള നേരമായെന്നറിയിച്ചു. ജ്യേഷ്ഠൻ്റെ വാക്കു കേട്ടതും ലക്ഷ്മണൻ്റെ ഉറക്കമെല്ലാം പമ്പ കടന്നു. യമുനയിൽ മുങ്ങിക്കുളിച്ച് പ്രഭാതവന്ദനങ്ങൾ നടത്തി അവർ ഭരദ്വാജ മഹർഷിയുടെ നിർദ്ദേശിച്ച വഴികളിലൂടെ യാത്ര തുടർന്നു. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഒരുപോലെ സുഖം നൽകുന്ന ചിത്രകൂട പർവ്വതം രാമൻ സീതയ്ക്ക് കാണിച്ചു കൊടുത്തു. സുന്ദരങ്ങളായ ഫലമൂലങ്ങൾ നിറഞ്ഞതാണ് ആ പർവ്വതം. പക്ഷികളുടെ സുന്ദരമായ ശബ്ദവും നിർമ്മലമായ ജലവും മനോഹരങ്ങളായ മരങ്ങളും ചിത്രകൂടത്തെ സ്വർഗതുല്യമാക്കിയിരുന്നു. പരിശുദ്ധമായ പുണ്യാശ്രമം കണ്ട് രാമചന്ദ്രൻ പെട്ടെന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ചു. അത് വാൽമീകിയുടെ ആശ്രമമാണ്. സീതാലക്ഷ്മണന്മാരൊന്നിച്ച് രാമചന്ദ്രൻ വാൽമീകിയുടെ മുന്നിലെത്തി. മഹർഷി അവരെ സന്തോഷപൂർവം സ്വീകരിച്ചു. മഹർഷിമാരോടൊപ്പം ആ പ്രദേശത്ത് താമസിക്കാമെന്നും അത് രാമന് നന്മയ്ക്ക് ഇടയാക്കുമെന്നും ബ്രഹ്മർഷി അരുളി ചെയ്തു. രാമൻ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ചു. ലക്ഷ്മണനോട് തങ്ങൾക്ക് വേണ്ട പാർപ്പിടമൊരുക്കുവാൻ പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ ആജ്ഞയനുസരിച്ച് ലക്ഷ്മണൻ നല്ല ഒരു പർണശാല പെട്ടെന്ന് കെട്ടിയുണ്ടാക്കി. ഒരു മാനിനെ കൊന്ന് തീയിലിട്ട് വേവിച്ച് വാസ്തുബലി നടത്താൻ രാമൻ നിർദ്ദേശിച്ചു. ദേവപ്രീതി വരുത്തി പൂജാവിധികൾ ചെയ്ത് അവർ ഗൃഹപ്രവേശം നടത്തി. പുണ്യനദിയായ മാല്യവതിയാൽ പാവനമായ ചിത്രകൂടം തങ്ങൾ അയോധ്യ വിട്ട് വനവാസത്തിന് വന്നതാണെന്ന ഓർമ്മ പോലും അവരിൽ നിന്നകറ്റി. അടുത്ത ഭാഗം സുമന്ത്രപ്രത്യാഗമനം. രാമലക്ഷ്മണന്മാരും സീതയും കണ്ണിൽ നിന്ന് മറയുവോളം ഗംഗയുടെ തെക്കേക്കരയിൽ നിന്ന ശേഷം സുമന്ത്രർ അയോധ്യയിലേക്ക് മടങ്ങി. അടുത്ത ദിവസം വൈകാറായപ്പോഴേക്കും അയോധ്യയിലെത്തുകയും ചെയ്തു. കൗസല്യാഗൃഹത്തിൽ വിഷണ്ണനായി ഇരുന്നിരുന്ന ദശരഥനെ കണ്ട് വിവരങ്ങൾ അറിയിച്ചു. സുമന്ത്രരുടെ വരവ് കണ്ട് ജനങ്ങൾ ഓടിയെത്തി കുമാരൻ എവിടെയാണെന്ന് വിളിച്ചു ചോദിച്ചു. ഗംഗാതീരത്ത് നിന്ന് രാമൻ തന്നെ മടക്കി അയച്ചതാണെന്ന് സുമന്ത്രർ പറഞ്ഞപ്പോഴേക്കും പ്രജകൾ വിലപിച്ചു തുടങ്ങി. അന്തഃപുര സ്ത്രീകൾ കണ്ണീർ തൂകി. രാമനില്ലാതെ മടങ്ങി വന്ന സുമന്ത്രരെ കണ്ട് രാജമഹർഷിമാർ ഹൃദയം നൊന്ത് കരഞ്ഞു. കൗസല്യാദേവി ദുഃഖം മൂലം ബോധരഹിതയായി വീണു.
അല്പനേരത്തിനകം അയോധ്യയിൽ ദീനവിലാപങ്ങൾ അലയടിച്ചുയർന്നു. സുമന്ത്രർ ദുഃഖം കൊണ്ട് ശബ്ദം പുറത്തു വരാതെ അല്പനേരം വിഷമിച്ചു നിന്നു. പിന്നീട് ഗദ്ഗദസ്വരത്തിൽ രാമൻ്റെ സന്ദേശം മഹാരാജാവിനെ അറിയിച്ചു. അമ്മമാരോടും ഭരതകുമാരനോടും പറയേണ്ട കാര്യങ്ങൾ വിശദമായി ഉണർത്തിച്ചു. ഇത്രയും പറഞ്ഞ സുമന്ത്രരോട് കൂടുതൽ വിശേഷങ്ങൾ മഹാരാജാവ് ആരാഞ്ഞു. സുമന്ത്രർ രാമചന്ദ്രൻ ഇല്ലാത്ത അയോധ്യയെക്കുറിച്ച് ഇടറിയ സ്വരത്തിൽ വിവരിക്കുകയും ചെയ്തു. അതുകേട്ട ദശരഥൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കൈകേയിയുടെ വലയിൽപ്പെട്ട് ആരോടും ആലോചിക്കാതെ തൻ്റെ പ്രിയപുത്രനെ കാട്ടിലേക്ക് അയച്ചതിൽ മഹാരാജാവിൻ്റെ ഹൃദയം പശ്ചാത്താപം കൊണ്ട് നീറി. വംശത്തിൻ്റെ ഉന്മൂലനാശത്തിനു വേണ്ടി തന്നെ ബാധിച്ച പിശാചായിരിക്കാം കൈകേയി എന്ന് മഹാരാജാവ് വിലപിച്ചു. രാമലക്ഷ്മണന്മാരെയും സീതയെയും തനിക്ക് ഉടനെ കാണണമെന്ന് രാജാവ് വാശി പിടിച്ചു. വിലപിച്ച് ബോധം കെട്ടുവീണ മഹാരാജാവിൻ്റെ അടുത്തിരുന്നിരുന്ന കൗസല്യാദേവിയുടെ ഭയം ഒന്നിനൊന്ന് വർദ്ധിച്ചു. തന്നെയും കുമാരന്മാരുടെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്നവർ ആവശ്യപ്പെട്ടു. സുമന്ത്രർ ദേവിയെ കഴിയും വിധം ആശ്വസിപ്പിച്ചു. തികഞ്ഞ സന്തോഷത്തോടെ മഹർഷിമാരെ പോലെ അവർ കാട്ടിൽ കഴിയുകയാണെന്ന് സുമന്ത്രർ ദേവിയോട് പറഞ്ഞു. പക്ഷെ അതൊന്നും കൗസല്യാദേവിയുടെ ദുഃഖം ശമിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല. ദേവി ദശരഥനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് ദേവിയുടെ പരിസരബോധം തന്നെ നഷ്ടപ്പെട്ട മട്ടിലായി. ബുദ്ധിയില്ലായ്മ മൂലം സ്വയം നശിക്കുകയും കുലത്തെ നശിപ്പിക്കുകയുമാണ് മഹാരാജാവ് ചെയ്തതെന്ന് ദേവിക്ക് തോന്നി. രാമൻ മടങ്ങി വന്നാലും ഭരതൻ രാജ്യം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്ന് വരും. അനുജൻ ഭരിച്ചിരുന്ന രാജ്യം ജ്യേഷ്ഠൻ സ്വീകരിക്കുകയുമില്ല. ശ്രേഷ്ഠന്മാരാരും അമൃതാണെങ്കിലും ഉച്ഛിഷ്ടം ഭക്ഷിക്കില്ല. തനിക്ക് ഭർത്താവില്ലാതെയായി. മകൻ കാട്ടിലേക്കും പോയി. വനവാസം തനിക്ക് നിഷേധിക്കുകയും ചെയ്തു. എങ്ങനെ നോക്കിയാലും മഹാരാജാവ് കാരണം താൻ നശിപ്പിക്കപ്പെട്ടുവെന്നും കൗസല്യാദേവി കുറ്റപ്പെടുത്തി. അസാധാരണമായി ദേവിയുടെ നാവിൽ നിന്ന് വീണ വാക്കുകൾ കേട്ട് ദശരഥൻ മൂർച്ഛിതനായി. താൻ ചെയ്തു പോയ പാപകർമ്മത്തിൻ്റെ ഫലം തന്നെയാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം വിലപിച്ചു. കൗസല്യയെ തൊഴുതു മാപ്പിരന്നു. ധർമ്മത്തിൽ വിശ്വസിക്കുന്ന കൗസല്യാദേവി ദുഃഖത്തിൽ ആണ്ടുകഴിഞ്ഞ തന്നോട് പരുഷവാക്കുകൾ പറയരുതെന്ന് അപേക്ഷിച്ചു. അതു കണ്ട കൗസല്യാദേവി കരളുരുകി പൊട്ടിക്കരഞ്ഞു. ദശരഥൻ്റെ കൈ പിടിച്ച് സ്വന്തം തലയിൽ ചേർത്ത് ക്ഷമ ചോദിച്ചു. ധർമ്മത്തിൽ നിന്നും സത്യത്തിൽ നിന്നും അണുവിട ചലിക്കാത്ത മഹാരാജാവിനോട് തെറ്റായി പെരുമാറിയതിൽ ദേവി ക്ഷമ ചോദിച്ചു. പുത്രവിയോഗത്താൽ ബുദ്ധിമന്ദിച്ച ഒരു സാധാരണ സ്ത്രീയുടെ പുലമ്പൽ മാത്രമായി അത് കരുതണമെന്ന് അപേക്ഷിച്ചു. ദേവിയുടെ വാക്കുകൾ കേട്ട് ദശരഥൻ ശാന്തചിത്തനായി. രാജാവ് അന്ന് രാത്രി നന്നായി ഉറങ്ങുകയും ചെയ്തു. രാമൻ വനവാസത്തിന് പോയിട്ട് 6 ദിവസം കഴിഞ്ഞു. രാത്രി ഏറെ കഴിഞ്ഞപ്പോൾ ഉറക്കം വിട്ടുണർന്ന ദശരഥൻ വിധിബലത്തെക്കുറിച്ച് കൗസല്യയോട് പറഞ്ഞു. നന്നേ ചെറുപ്പത്തിൽ തന്നെ ശബ്ദം കേട്ടിടത്തേക്ക് ലക്ഷ്യം തെറ്റാതെ അമ്പെയ്യുവാൻ എനിക്ക് കഴിയുമായിരുന്നു. അക്കാലത്ത് മനസ്സറിയാതെ ഞാനൊരു പാപം ചെയ്തു. അതിൻ്റെ ഫലമാണ് ഈ വയസ്സുകാലത്ത് ഞാൻ അനുഭവിക്കുന്നത്. ദേവിയെ വിവാഹം കഴിക്കുന്നതിന് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് അത് നടന്നത്. ഒരു വർഷക്കാലത്ത് വില്ലും ശരവുമായി സരയൂ നദീതീരത്ത് ഞാൻ വേട്ടയാടാനായി ചെന്നു. പകൽ മുഴുവൻ വേട്ടയാടി. തൃപ്തി പോരാഞ്ഞ് രാത്രി ഉറക്കമൊഴിച്ച് മൃഗങ്ങൾക്കായി കാത്തിരുന്നു. അപ്പോഴാണ് നദിയിൽ എന്തോ ശബ്ദം കേട്ടത്. ആന വെള്ളം കുടിക്കാൻ നദിയിൽ ഇറങ്ങിയതാണെന്ന് ഞാൻ ധരിച്ചു. ശബ്ദം കേട്ട ദിശയിലേക്ക് ഒരു കൂർത്ത അമ്പയച്ചു. പെട്ടെന്ന് തന്നെ ഒരു മനുഷ്യൻ്റെ നിലവിളി നദീതീരത്ത് നിന്നുയർന്നു കേട്ടു. ആ നിലവിളി വെള്ളം കോരാൻ വന്ന ഒരു മുനികുമാരൻ്റേതായിരുന്നു. ആരോടും ഒരു തെറ്റും ചെയ്യാത്ത തന്നെ എന്തിനാണ് അമ്പെയ്തതെന്ന് ആ മുനികുമാരന് മനസ്സിലായില്ല. വൃദ്ധരായ മാതാപിതാക്കൾ തൻ്റെ മരണം മൂലം വിഷമിക്കുമല്ലോ എന്നോർത്ത് ആ മുനികുമാരൻ വീണ്ടും നിലവിളിച്ചു.
അത് കേട്ട് സ്തംഭിച്ചു പോയ ഞാൻ അടുത്ത ക്ഷണം മുനികുമാരൻ്റെ മുമ്പിലെത്തി. തന്നെ കാത്ത് ആശ്രമത്തിൽ കഴിയുന്ന കാഴ്ചയില്ലാത്ത തൻ്റെ മാതാപിതാക്കളെ ഉടനെ വിവരമറിയിക്കണമെന്ന് കുമാരൻ എന്നോട് അപേക്ഷിച്ചു. അങ്ങനെ ചെയ്താൽ അവർ എന്നെ ശപിക്കില്ലെന്ന് മുനികുമാരൻ ഉപദേശിച്ചു. കുറ്റബോധം മൂലം ഞാൻ വിഷണ്ണനായി തീർന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അല്പസമയം പകച്ചു നിന്ന ശേഷം അസ്ത്രം മെല്ലെ വലിച്ചൂരി. ഉടൻ തന്നെ അവൻ മരിക്കുകയും ചെയ്തു. കൗസല്യയെ, നദീതീരത്ത് എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ ജഡം ഞാൻ കണ്ണിമ വെട്ടാതെ ഏറെ നേരം നോക്കി നിന്നു. മുനികുമാരൻ പറഞ്ഞു തന്ന വഴികളിലൂടെ ഞാൻ ആശ്രമത്തിലേക്ക് ചെന്നു. എൻ്റെ കാൽപ്പെരുമാറ്റം കേട്ട് മഹർഷി അരുളി ചെയ്തു: മകനെ, നീ എന്താണ് ഇത്ര താമസിച്ചത്? അമ്മ ദാഹം കൊണ്ട് വളരെ വിഷമിച്ചിരിക്കുന്നു. കണ്ണില്ലാത്ത ഞങ്ങളുടെ കണ്ണു നീയാണ്. ഞങ്ങളുടെ പ്രാണന്റെ പ്രാണനായ നീ എന്താണ് ഒന്നും മിണ്ടാത്തത്? മഹർഷി, ഞാൻ ദശരഥൻ എന്ന ക്ഷത്രിയനാണ്, അങ്ങയുടെ പുത്രനല്ല. ഞാൻ നിന്ദ്യമായ ഒരു കർമ്മം ചെയ്തു. മുനികുമാരൻ വെള്ളം എടുക്കാൻ കുടം മുക്കിയ ശബ്ദം കേട്ട് ഒരു ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ഞാനൊരു അസ്ത്രമയച്ചു. ചെന്ന് നോക്കിയപ്പോഴാകട്ടെ താപസകുമാരൻ ശരം തറച്ച് കിടക്കുന്നതാണ് കണ്ടത്. കുമാരൻ്റെ വാക്കനുസരിച്ച് മർമ്മത്തിൽ നിന്നും അസ്ത്രം ഞാൻ ഊരിയെടുത്തു. യാതൊരറിവുമില്ലാതെ അങ്ങയുടെ പുത്രനെ കൊന്ന മഹാപാപിയാണ് ഞാൻ. എന്താണ് പ്രായശ്ചിത്തമായി ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്താലും. ബ്രഹ്മജ്ഞനായ താപസനെ വധിക്കുന്നവൻ്റെ ശിരസ് പൊട്ടിച്ചിതറേണ്ടതാണ്. എന്നാൽ അങ്ങറിയാതെ ചെയ്തത് മൂലമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. അങ്ങ് ഞങ്ങളെ ഉടനെ കുമാരൻ കിടക്കുന്നിടത്തേക്ക് കൊണ്ടുപോകണം. ഞാൻ അവരെ സരയൂ നദീതീരത്തേക്ക് കൊണ്ടുപോയി മകൻ്റെ ശരീരം തൊടുവിച്ചു. അവർ മകനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ദീർഘനേരം വിലപിച്ചു മകന് അന്ത്യക്രിയകൾ വേണ്ടവണ്ണം നിർവഹിച്ച ആ മുനി സത്തമൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, അങ്ങ് കർമ്മത്തിൻ്റെ ഫലം അനുഭവിക്കണം. മകൻ്റെ വേർപാടുകൊണ്ട് തന്നെ ഹൃദയം തകർന്ന് അങ്ങ് ഇഹലോക വാസം വെടിയും. എങ്കിലേ എൻ്റെ ദുഃഖത്തിൻ്റെ ആഴം എത്രയായിരുന്നുവെന്ന് അങ്ങേക്ക് മനസ്സിലാകൂ. എന്നെ ശപിച്ച ശേഷം ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ചാടി ആ വൃദ്ധ ദമ്പതികൾ ആത്മാഹൂതി നടത്തി. ദേവി, മുനീശ്വരൻ എന്നെ ശപിച്ചത് ഞാനിപ്പോൾ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിന് അവസാനമായി. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച നശിച്ചു. ദശരഥൻ്റെ ഓർമ്മശക്തി ക്രമത്തിൽ കുറഞ്ഞു വന്നു. യമദൂതന്മാർ ചുറ്റും വന്ന് നിൽക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി. രാമൻ തന്നെ വന്ന് തൊടണമെന്ന് ഉറക്കെ നിലവിളിച്ചു. ജീവൻ പോകുന്നതിനു മുമ്പേ ഒരിക്കൽ കൂടി പ്രിയപുത്രനെ കാണണമെന്ന് ദശരഥൻ ശഠിച്ചു. രാമനെ വിളിച്ച് അദ്ദേഹം വീണ്ടും വീണ്ടും വിലപിച്ചു. കൗസല്യയുടെയും സുമിത്രയുടെയും അടുത്ത് ഇങ്ങനെ വിലപിച്ചുകൊണ്ട് തന്നെ പാതിരാത്രി കഴിഞ്ഞപ്പോഴേക്കും അയോധ്യയിലെ ചക്രവർത്തി മരണമടഞ്ഞു. പതിവ് പോലെ പിറ്റേന്നു രാവിലെ സ്തുതിപാഠകന്മാർ രാജാവിനെ ഉണർത്താൻ വാതിലിൽ മുട്ടി. അവർ ശ്രുതി ഒപ്പിച്ച് പാടിത്തുടങ്ങി. പരിചാരകൻ ചക്രവർത്തിയുടെ പ്രഭാതകൃത്യങ്ങൾക്ക് വേണ്ട ഒരുക്കങ്ങൾ നടത്തി. എന്താണ് ഇത്രയുമായിട്ടും തമ്പുരാൻ എഴുന്നള്ളാത്തതെന്ന് അവർക്ക് മനസ്സിലായില്ല. സൂര്യൻ ഉദിച്ചിട്ടും മഹാരാജാവ് ഉണർന്നെണീറ്റില്ല. സ്ത്രീകൾ രാജാവിൻ്റെ ശരീരത്ത് സ്പർശിച്ചു നോക്കി. യാതൊരനക്കവുമില്ല. അവർ ഭയന്നു വിറച്ചു. മഹാരാജാവിൻ്റെ ജീവനറ്റ ശരീരമാണതെന്ന് അവർക്ക് മനസ്സിലായി. കൗസല്യാദേവിയും സുമിത്രാദേവിയും തൊട്ടടുത്തു തന്നെ ഗാഠനിദ്രയിലാണ്. പരിചാരികമാർ ഉച്ചത്തിൽ അലമുറയിട്ടു. പത്നിമാർ പെട്ടെന്നുണർന്നെണീറ്റ് ഭർത്താവിനെ സൂക്ഷിച്ചു നോക്കി. അനക്കി നോക്കി. ചലനമില്ലെന്ന് കണ്ട് ഇരുവരും ബോധമറ്റ് നിലത്ത് വീണു. അന്തഃപുരത്തിൽ നിന്നും കൂട്ടക്കരച്ചിൽ മാറ്റൊലിക്കൊണ്ടു. മഹാരാജാവ് നാടു നീങ്ങി എന്നെല്ലാവരും അറിഞ്ഞു.
അയോധ്യയിലെങ്ങും ശോകമുഖമായ അന്തരീക്ഷം തളം കെട്ടി നിന്നു. ഭർത്താവിൻ്റെ ശിരസ് മടിയിലേറ്റി കൗസല്യാദേവി വിലപിച്ചു. കൈകേയി, നിനക്ക് തൃപ്തിയായില്ലേ? നിന്റെ വാശി മഹാരാജാവിനെ നിഗ്രഹിച്ചു. രാമൻ എന്നെയും നാടിനെയും ഉപേക്ഷിച്ചു. നീയല്ലാതെ സ്ത്രീകളിൽ ആരും ഇതിനൊരുമ്പെടുകയില്ല. പാപിയായ കൂനി കാരണം നീ ഈ വംശം മുടിച്ചു. ഞാൻ ഈ തിരുമേനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അഗ്നിയിൽ പ്രവേശിക്കും. മന്ത്രിമാരും ബന്ധുക്കളും ചേർന്ന് കൗസല്യയെ അവിടെ നിന്നും മാറ്റി ദശരഥൻ്റെ ശരീരം തൈലത്തോണിയിൽ കിടത്തി. മക്കൾ ആരും തന്നെ അടുത്തില്ല. അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ നിവൃത്തിയില്ല. പുത്രന്മാരെത്തുന്നതുവരെ കാത്തു സൂക്ഷിക്കണം. മന്ത്രിമാരും പുരോഹിതന്മാരും വസിഷ്ഠൻ്റെ ഉപദേശം ആരാഞ്ഞു. രാജ്യം അനാഥമാകാതിരിക്കാൻ ഉടനെ പരിഹാരം കണ്ടെത്തണമെന്നും മഹർഷിയോട് അപേക്ഷിച്ചു. കേകേയ രാജ്യത്ത് കഴിയുന്ന ഭരതശത്രുഘ്നന്മാരെ കൊണ്ടുവരാൻ ദൂതന്മാരോട് മഹർഷി അഭ്യർത്ഥിച്ചു. ബാക്കി കാര്യങ്ങൾ കുമാരന്മാർ വന്നു കഴിഞ്ഞ് ആലോചിച്ചാൽ മതിയെന്ന് അദ്ദേഹം അരുളി ചെയ്തു. വിഷമമൊന്നും കാണിക്കാതെ ഭരതനോട് ഇങ്ങനെ പറയുവാനാണ് വസിഷ്ഠൻ ഉപദേശിച്ചത്. മന്ത്രിമാരും ആചാര്യന്മാരും സ്നേഹാന്വേഷണങ്ങൾ നടത്തുന്നു. ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അയോധ്യയിലെത്തുക. ഒരു തരത്തിലും താമസമുണ്ടാകരുത്. രാമൻ്റെ വനവാസത്തെക്കുറിച്ചോ രാജാവ് നാട് നീങ്ങിയതിനെക്കുറിച്ചോ ഒന്നും ഉരിയാടരുതെന്നും വസിഷ്ഠൻ അവരെ ഉപദേശിച്ചു. കേകേയ രാജാവിനും ഭരതനും ഉപഹാരങ്ങൾ കൊടുത്തയക്കാനും വസിഷ്ഠൻ മറന്നില്ല. കാര്യഗൗരവം മനസ്സിലാക്കിയ ദൂതന്മാർ കഴിയും വേഗം കുതിരകളെ ഓടിച്ചു. അവർ ആ രാത്രി തന്നെ നഗരത്തിലെത്തി. ഇതോടുകൂടി ആ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ഭാഗം ഭരതസന്താപം എന്ന ഭാഗമാണ്. അത് അടുത്ത ദിവസം വായിക്കാം. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു.